Preschool Management, Unit 3, Part 4, Maintenance of Financial Records and Registers. ഒരു സ്ഥാപനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അതേപോലെ തന്നെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ റെക്കോർഡുകളും രജിസ്റ്ററുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പ്രത്യേകമായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. അതുകൊണ്ട് തന്നെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധ ഓരോ ECC സ്ഥാപനങ്ങളും കൊടുക്കേണ്ടതുണ്ട്. എല്ലാ പ്രീ സ്കൂളുകളും കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം റെക്കോർഡുകളും രജിസ്റ്ററുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി അതിനെ സ്ട്രെസ് ചെയ്ത് പറയാണ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആർ എസെൻഷ്യൽ ഫോർ ക്യാരിങ് ഔട്ട് സെൻറ്റർ ആക്ടിവിറ്റീസ്. നമ്മുടെ വായ കൊണ്ടുള്ള ഇടപെടലുകളൊന്നും നമുക്ക് സ്ഥാപനത്തിനകത്ത് പോരാ, മറിച്ച് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അതർ റിസോഴ്സസ്, ഫിനാൻസസ് റിക്വയർ സ്ട്രിക്റ്റ് റെഗുലേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. എല്ലാം തന്നെ റെക്കോർഡിക്കലി നമുക്കുണ്ടാവണം. അപ്പോൾ പണം കൊടുത്താൽ അത് എഴുതി വെക്കണം, പണം കിട്ടിയാൽ അത് എഴുതി വെക്കണം, വേറെ എന്തെങ്കിലും ചിലവഴിച്ചാൽ അത് എഴുതി വെക്കണം. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ പണം എന്നുള്ള വിഭാഗം വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻ ഫോർ ഓഡിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് പർപ്പസ്. അപ്പോൾ ഇതെല്ലാം ഓഡിറ്റ് ചെയ്യും. ഓരോ വർഷത്തിൻ്റെ അവസാനവും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകൾ കൃത്യമാണോ എന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു CA വന്നിട്ട് ഓഡിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടിങ് ഏജൻസീസ് ആൻഡ് പാരൻസ് ഹു മേക്ക് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ടു ദ സെൻറ്റർ like to know how their contributions are being used. ഇതിനു വേണ്ടി നേരത്തെ ഫണ്ട് ചെയ്ത ആൾ, ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, പണം തന്നവർ, അവർക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് ഇവർ വിനിയോഗിച്ചത് എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ അവർ വന്ന് ചിലപ്പോൾ ചോദിക്കും, ഓക്കെ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് ചെലവ്, എന്തൊക്കെയാണ് വരവ്, അപ്പോൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് റെക്കോർഡുകൾ ആവശ്യമാണ്. സോ നമുക്ക് എപ്പോൾ ആവശ്യമാണ്, സോ വി ക്യാൻ പ്രൊവൈഡ് the information to the needy persons whenever needed if we have proper records. നമുക്ക് ആവശ്യമായ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ, ആവശ്യമായ രജിസ്റ്ററുകളും പുസ്തകങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എന്ത് ചെയ്യാം, ഇതെടുത്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാത്തിനും കൃത്യമായ റെക്കോർഡുകളും രജിസ്റ്ററുകളും ആവശ്യമാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ പ്രിപ്പയറിങ് എ റെക്കോർഡ്. നമ്മളൊരു റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ, അതല്ലെങ്കിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വരവ് ചെലവുകൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, റെക്കോർഡ് മസ്റ്റ് ബി ആക്യുറേറ്റ്. അത് ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം, രേഖപ്പെടുത്തണം, കള്ളത്തനം കാണിക്കരുത്. അപ്പോൾ ഒരു ചിലവ് 110 രൂപ 50 പൈസ ചിലവായാൽ അങ്ങനെ തന്നെ എഴുതണം. അത് 50 പൈസ അല്ലേ, അത് 60 പൈസ അല്ലേ, അത് വിലയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ തള്ളാൻ പാടില്ല. റെക്കോർഡ് ഷുഡ് ബി ആക്യുറേറ്റ്, ഇറ്റ് മസ്റ്റ് ബി കൺസൈസ്. സംക്ഷിപ്തമായ, വളരെ സംക്ഷിപ്തമായിട്ടുള്ള, വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡ് ബുക്കുകളായിരിക്കണം അവിടെ നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആണ്. പകുതി എഴുതി വെക്കരുത്. ഓരോ ചെലവുകളും എവിടെയാണ് വന്നത്, ഓരോ വരവും വന്നത് എവിടെയാണ്, ഓരോ എക്സ്പെൻസും ഇൻകമും എങ്ങനെയാണ് വന്നതെന്ന് വളരെ കൃത്യമായും ക്ലിയറായും കംപ്ലീറ്റായും രേഖപ്പെടുത്തണം. ഇറ്റ് മസ്റ്റ് ബി റെലവൻറ്റ്. റെക്കോർഡുകൾ റെലവൻ്റ് ആയിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ റെക്കോർഡിൽ വരാൻ പാടുള്ളൂ.
അനാവശ്യമായ കാര്യങ്ങൾക്കൊന്നും റെക്കോർഡ് ബുക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. ഇറ്റ് മസ്റ്റ് ബി നീറ്റായിരിക്കണം. ചില ആളുകളുടെ റെക്കോർഡ് പുസ്തകം ചപ്പാത്തി പൊറോട്ട പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ, പൊറോട്ട പോലെ ആയിട്ടുണ്ടാകും. അതുപോലെ അല്ല നമ്മൾ റെക്കോർഡ് ബുക്കൊക്കെ നമ്മുടെ രജിസ്റ്ററുകളൊക്കെ സൂക്ഷിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അപ് ടു ഡേറ്റ്. പിന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ഇന്ന് നടന്ന ചെലവുകൾ വരവുകളൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് സംടൈംസ് വി മേ സേ ആൻഡ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ. നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഷുഡ് ബി അപ് ടു ഡേറ്റ്. അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇന്നത്തെ ട്രാൻസാക്ഷനുകളൊക്കെ, ഇന്നത്തെ ഇടപാടുകളൊക്കെ ഇന്ന് തന്നെ എഴുതി വെക്കുക. നാളെ നടക്കുന്നത് നാളെ തന്നെ, അന്നന്ന് നടക്കുന്ന ട്രാൻസാക്ഷനുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുക. മറ്റൊന്ന്, number of the pages consecutively either in the reading or with a number machine when a register is opened. പിന്നെ നമ്മൾ എല്ലാവരും ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പേജ് നമ്പറുകൾ കൃത്യമായി കൊടുക്കുക. അത് റണ്ണിങ്ങിലോ അല്ലെങ്കിൽ സാധാരണ ഈ നമുക്ക് കാണാം പേജ് നമ്പറൊക്കെ ഇടുന്ന ഒരു മെഷീനുണ്ട്. അതിൽ നമ്മളിങ്ങനെ മെഷീൻ ഇങ്ങനെ സീൽ ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 1, പേജ് 2, പേജ് 3, പേജ് 4, പേജ് 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായി നമ്പറുകൾ ഇട്ട് വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എട്ടാമത്തേത് ഓവർ റൈറ്റിംഗ്. ഒരുപാട് വാരി വലിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം പാടില്ല. ഒരു സിമ്പിളായിട്ട്, ഉദാഹരണത്തിന് കാസർഗോഡ് പോയിട്ട് 1 കിലോ സാധനം വാങ്ങി തിരിച്ചു വന്നു എന്നൊക്കെ എഴുതേണ്ട ആവശ്യമില്ല. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 10,000, 10,000 രൂപക്ക് സാധനം മേടിച്ചു. അപ്പോൾ അത്ര മതി. അതിനെ പോയതും വന്നതും ബസ് സ്റ്റാൻഡിൽ പോയതും, ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു, അങ്ങനെ ബസ് വന്നു, ഞാൻ ബസ്സിൽ കയറി, അങ്ങനെ പോയി കടയിലിറങ്ങി അദ്ദേഹത്തോട് സാധനം മേടിച്ചു. ഇതൊന്നും നമ്മൾ റെക്കോർഡിൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് കണക്ക് കിട്ടാൻ വേണ്ടി കാസർഗോഡ് പോയി അല്ലെങ്കിൽ കണ്ണൂർ പോയിട്ട് സാധനം വാങ്ങി തിരിച്ചു വന്നു എന്ന് എഴുതാം. മേക്ക് ഓൾ ദ എൻട്രീസ് ഇൻ ഇങ്ക്, അല്ലെ, എല്ലാ എൻട്രീസും കൃത്യമായി ഇങ്കിൽ രേഖപ്പെടുത്തണം. എല്ലാ എൻട്രികളും ഒന്ന് വിട്ടുപോകാതെ തന്നെ വരണം. അതേപോലെ തന്നെ ഗെറ്റ് ഈച്ച് കട്ടിങ് അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ്. എല്ലാ ഓരോ ട്രാൻസാക്ഷനുകളും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ എൻട്രികളും ഹെഡ് ആയിട്ടുള്ള ആൾ, ഏറ്റവും ഹെഡായിട്ടുള്ള ആൾ എന്ത് ചെയ്യണം, ഒപ്പുവെക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടീച്ചേഴ്സ് ഓരോ ദിവസവും തയ്യാറാക്കുന്ന അക്കൗണ്ട്സ് പ്രിൻസിപ്പൽ നോക്കി വെരിഫൈ ചെയ്ത് അദ്ദേഹം അത് അറ്റസ്റ്റ് ചെയ്യുക, ഒപ്പുവെക്കുക, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും. മറ്റൊന്ന്, ഡു നോട്ട് ഓപ്പൺ ന്യൂ വോള്യൂം ഓഫ് എ രജിസ്റ്റർ എവറി ഇയർ ഇഫ് ദ പ്രീവിയസ് വോള്യൂം കണ്ടെയ്ൻ സം ബ്ലാങ്ക് പേജസ്. ഓരോ വർഷവും പുതിയ രജിസ്റ്റർ നമ്മൾ വാങ്ങേണ്ടതില്ല. സാധാരണ സ്ഥാപനങ്ങളൊക്കെ ചെയ്യാറ് ഒരു വർഷം ഒരു രജിസ്റ്റർ, അത് കഴിഞ്ഞാൽ അടുത്ത വർഷം തുടങ്ങുമ്പോൾ പുതിയ രജിസ്റ്റർ. പക്ഷേ ഏറ്റവും നല്ലത് ഒരു രജിസ്റ്ററിൽ ബ്ലാങ്ക് പേജുകൾ ബാക്കിയുണ്ടെങ്കിൽ ആ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം തുടങ്ങുമ്പോൾ പഴയ രജിസ്റ്ററിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അത് ആ രജിസ്റ്റർ പൂർണ്ണമായും റെക്കോർഡ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ മാത്രം പുതിയത് ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, fill up every column provided in a prescribed register and do not leave any blank space between entries. കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലപ്പ് ചെയ്യണം. ഒരു സ്പേസ് പോലും വെറുതെ വിടരുത്. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ സ്പേസ് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ആരെങ്കിലും എഴുതി ചേർക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ബ്ലാങ്ക് സ്പേസ് വിടരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ പരീക്ഷക്കാണെങ്കിൽ പോലും നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ ഒരു പേജ് ഉത്തരം എഴുതാൻ തുടങ്ങി, പകുതി എത്തുമ്പോൾ നമുക്ക് അറിയുന്നില്ല, അവിടെ കുറേ സ്പേസ് വിട്ടു, എന്നിട്ട് തൊട്ടടുത്ത പേജിൽ ബാക്കി എഴുതി, പിന്നീട് എഴുതാമെന്ന് കരുതി അവസാനം ഈ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ കുട്ടി അത് ക്ലോസ് ചെയ്തിട്ട് പോയാലും അവിടെ അപകടം പറ്റും. കാരണം ആ ബ്ലാങ്ക് സ്പേസിൽ ടീച്ചർക്കോ അല്ലെങ്കിൽ ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്കോ എന്തെങ്കിലും എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ക്രോസ് മാർക്ക്, ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നതുപോലെ തന്നെ നമുക്ക് എവിടെയും നമ്മൾ ബ്ലാങ്ക് സ്പേസുകൾ വിടരുത്. അത് പിന്നീട് അപകടമാണ്. അവിടെ പല കൃത്രിമങ്ങളും മാനിപ്പുലേഷൻസും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അത്തരം സ്പേസ് വിടരുത് എന്ന് പറയാൻ കാരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെക്കോർഡുകൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സജസ്റ്റഡ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് ഇൻ ആൻ എൻ്റർപ്രൈസ്.
ഒരു സ്ഥാപനത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ബുക്കുകളും റെക്കോർഡുകളും എന്തൊക്കെ റെക്കോർഡുകളും ബുക്കുകളാണ് നമ്മളൊരു സ്ഥാപനത്തിൽ വെക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അതിൽ ഒന്നാമത്തത് ഒരു ജേണൽ ബുക്കാണ്. ജേണൽ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി ആണ് പറയുന്നത്. ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടനെ നാം എഴുതി വെക്കുന്ന പുസ്തകമാണ് ജേണൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്ന് പറയും. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ, ഒരു ഇടപാട് നടന്നാൽ ഉടനെ നാം ആദ്യമായി രേഖപ്പെടുത്തുന്നതാണ് ജേണൽ ബുക്ക്. അതാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടനെ ഓക്കെ, സാലറി കൊടുത്തു, ഫീസ് കിട്ടി, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു, ട്രാവലിംഗ് അലവൻസ് കൊടുത്തു, കറണ്ട് ബില്ല് അടച്ചു, ഇതെല്ലാം ട്രാൻസാക്ഷനുകളാണ്. ഇതെല്ലാം നമ്മൾ ഓരോ സമയത്തും നടക്കുമ്പോൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണലിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ജേണലിനെ പല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഒന്ന് പർച്ചേസ് ഡേ ബുക്ക്. ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ പർച്ചേസുകൾ രേഖപ്പെടുത്താൻ വേണ്ടി പർച്ചേസ് ബുക്ക്. പല കാര്യങ്ങളും എന്തെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ, സ്കൂളുകളിലൊക്കെ അങ്ങനെ വിൽക്കുക എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അതുകൊണ്ട് സെയിൽസ് ഡേ ബുക്ക് വലിയ പ്രസക്തി ഇല്ല. പർച്ചേസ് റിട്ടേൺ ബുക്ക്, വാങ്ങിയത് തിരിച്ചയക്കുമ്പോഴാണ് ആ ഒരു ബുക്ക് ഉപയോഗിക്കുന്നത്. അതൊന്നും നമ്മുടെ പ്രധാനമായും പ്രീ സ്കൂളുകളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേബിൾ ബുക്ക്. നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പണം കിട്ടാനുള്ളത്, ബില്ല് കിട്ടാനുള്ളത്, ബില്ല് കൊടുക്കാനുള്ളത്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യാം. നമ്മൾ സിംപ്ലി മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥാപനത്തിൽ വളരെ അത്യാവശ്യമായി ഉണ്ടാവേണ്ട ഒരു റെക്കോർഡ് ജേണലാണ്. ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആദ്യം രേഖപ്പെടുത്തുന്നത് ജേണലിലേക്കാണ്. പിന്നെ നമ്മൾ ലെഡ്ജർ ആവും. ലെഡ്ജർ എന്ന് പറയുന്നത് ഇതിൻ്റെ സബായിട്ടുള്ള അക്കൗണ്ടുകളാണ്. അതേപോലെ ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട്. ബാങ്ക് ഡിപ്പോസിറ്റ് ബുക്ക്, ബാങ്കുകളിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് രേഖപ്പെടുത്താൻ വേണ്ടി ബാങ്ക് ഡിപ്പോസിറ്റ് ബുക്കുകളുണ്ട്. പിന്നെ സ്ഥാപനത്തിൽ ചെക്ക് ബുക്കുകൾ നമുക്ക് എന്തായാലും വേണം, കാരണം പല ഇടപാടുകളും ബാങ്ക് ചെക്ക് ബുക്കിലൂടെയാണ് നമ്മൾ നടത്തുക. പിന്നെ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ചില്ലറ ചിലവുകൾ വരും, ചിലവുകൾ, മിസലേനിയസ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ സാധാരണ സ്കൂളുകളൊക്കെ കാണിക്കാറ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാറാണ്. പക്ഷെ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഒരു ചെറിയ പണം 5,000 രൂപയോ 10,000 രൂപയോ ക്യാഷ് ആയിട്ട് എപ്പോഴും നമ്മുടെ ഓഫീസിൽ ഉണ്ടാവണം. പെട്ടെന്നൊരാവശ്യം വന്നാൽ നമുക്ക് ബാങ്കിൽ പോയി പണം എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കുട്ടി വീണുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചോക്ക് തീർന്നു പോയി, അല്ലെങ്കിൽ മാർക്കർ തീർന്നു പോയി, വാങ്ങണം. ഇങ്ങനെയുള്ള ചെറിയ ചില്ലറ ചിലവുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈസയാണ് നമ്മൾ പെറ്റി ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പെറ്റി ക്യാഷ് നമ്മൾ അതിന് കൃത്യമായി ഒരു ബുക്ക് രേഖപ്പെടുത്തണം, എന്തെല്ലാം വാങ്ങി, എന്തെല്ലാം കൊടുത്തു. അതേപോലെ കണ്ടിൻജൻറ്റ് രജിസ്റ്റർ, നമുക്ക് പെട്ടെന്ന് ഫ്യൂച്ചറിലേക്കൊക്കെ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഉണ്ടാകും. കണ്ടിൻജൻറ്റ് അസറ്റ്, കണ്ടിൻജൻറ്റ് ലാബിലിറ്റി എന്നൊക്കെ പറയും. അതേപോലെ അക്വിറ്റൻസ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്റ്റാഫുകൾ വന്ന് എന്ത് ചെയ്യണം, സ്റ്റാഫ് വന്നിട്ട് ഒപ്പിടണം. സ്റ്റാഫ് വന്ന് ഒപ്പിടുക, അതിന് വേണ്ടിയിട്ടുള്ള അക്വിറ്റൻസ് റോള്. ഫീ കളക്ഷൻ രജിസ്റ്റർ, വളരെ പ്രധാനമായും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഫീ കളക്ഷൻ രജിസ്റ്ററാണ്. കുട്ടികളുടെ ഫീസ് വാങ്ങുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്തണം. പല സ്കൂളുകളിലും അടി പോലും നടന്നിട്ടുണ്ട്. കാരണം എന്താ, കുട്ടി ഫീസ് അടക്കും, എന്നിട്ട് പിന്നീട് ടീച്ചർ ഇത് എവിടെയും രേഖപ്പെടുത്തൂല. കുറച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ കുട്ടി ഫീസ് അടച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധമൊക്കെ അവിടെ തന്നെ തുടങ്ങും. കാരണം അടച്ച ഫീസാണ്. എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപോലെ ആയിരിക്കില്ല സ്വഭാവം. അപ്പോൾ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് നാണക്കേടാണ്, അവർക്കത് ഇൻസൾട്ടിങ് ആണ്, അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് കളക്ഷൻ രജിസ്റ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. അതായത് ഇൻ കേസ് ഇപ്പോൾ നിങ്ങളൊരു കുട്ടി ഫീസ് അടച്ചു, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല ഇത് അടച്ചോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രക്ഷിതാവിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി, നിങ്ങൾ കുട്ടി ഫീസ് അടച്ചതാണെന്ന് തോന്നുന്നു അല്ലേ, ഒന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് എവിടെ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൃത്യമായി അവരോട് സംസാരിക്കാം.
അതേപോലെ ബിൽ രജിസ്റ്റർ, പിന്നെ ബില്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ അതോറിറ്റി ബില്ല്, ഇൻഷുറൻസ് ബില്ല്, ഇങ്ങനെയുള്ള ബസ്സിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ അടിച്ചതിൻ്റെ ബില്ലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റർ. രജിസ്റ്റർ ഓഫ് ഡൊണേഷൻ, ഡൊണേഷനുകൾ സ്വീകരിക്കുമ്പോൾ അത് കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഒരു രജിസ്റ്റർ. പേ ബിൽ രജിസ്റ്റർ, ബില്ലുകളും മറ്റുമൊക്കെ പേ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന രജിസ്റ്റർ. ഇതെല്ലാം നമുക്ക് സ്കൂളുകളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ക്യാഷ് ബുക്ക്, ബേസിക് അക്കൗണ്ട്സ് നീഡഡ് ഫോർ പ്രീ സ്കൂൾ. അക്കൗണ്ടുകൾ നമ്മൾ പ്രധാനമായും പ്രീ സ്കൂളുകളിൽ നമ്മൾ നിർബന്ധമായും ഉണ്ടാക്കേണ്ട ചില ബേസിക് അക്കൗണ്ടുകളാണ്. അതിൽ ഒന്നാമത്തതാണ് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക്. ക്യാഷ് ബുക്ക്, ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ, ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ക്യാഷ് ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ക്യാഷ് ആയിട്ട് കിട്ടിയത്, ക്യാഷ് ആയിട്ട് കൊടുത്തത്, ഇത് മൊത്തം ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെൻറ്റുകളും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ പേര് വേറൊന്നും ചോദിക്കാനില്ല. വാട്ട് ഈസ് ക്യാഷ് ബുക്ക്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ദ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ക്യാഷ് കിട്ടിയത്, ക്യാഷ് കൊടുത്തത്. അപ്പോൾ ഫീസ് കിട്ടി, ക്യാഷ് ബുക്കിൽ എഴുതും. ഫീസ് സാലറി കൊടുത്തു, ക്യാഷിൽ എഴുതും. ക്യാഷ് ആയിട്ട് കിട്ടിയ ക്യാഷ് ഇടപാടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ബുക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഡേ ബുക്ക് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ എല്ലാ ട്രാൻസാക്ഷനുകളും, ആ ദിവസത്തെ എല്ലാ ട്രാൻസാക്ഷനുകളും നമ്മൾ എന്ത് ചെയ്യും, ഡേ ബുക്കിൽ എഴുതും. ഡേ ബുക്ക് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാവാറ് വലിയ നീളമുള്ള പുസ്തകം എടുത്തിട്ട് ഡേ ബുക്ക് എന്ന് എഴുതും. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ഓരോ ദിവസത്തിനും ഓരോ പേജ് മാറ്റി വെക്കും. ഇപ്പോൾ 10/5/2022 ഉദാഹരണം. അപ്പോൾ ആ ഡേറ്റ് എഴുതിയിട്ട് അന്നത്തെ ദിവസം നടന്ന കംപ്ലീറ്റ് ട്രാൻസാക്ഷനും ഈ ഡേ ബുക്കിൽ എഴുതും. അപ്പോൾ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സകല ട്രാൻസാക്ഷനും സകല ഇടപാടുകളും ഈ ഡേ ബുക്കിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. രണ്ടാമത്തത് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ പല വ്യത്യസ്ത പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി അക്കൗണ്ട്, അത് വേറെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് വേറെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം എല്ലാ മാസവും റെൻറ്റ് കൊടുക്കും. ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അത് വേറെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചിലവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ സെപ്പറേറ്റ് ഹെഡുകളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ഹെഡുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിനെ ലെഡ്ജർ എന്ന് പറയാം. അപ്പോൾ ലെഡ്ജർ എടുത്ത് നോക്കി ആദ്യം നമ്മൾ ജേണലിൽ എല്ലാ ട്രാൻസാക്ഷനുകളും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റിങ്ങിനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ജേണലിലേക്ക് പ്രഥമമായി കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും മാറിയിട്ട് ക്യാഷ്, ബാങ്ക്, സാലറി, അതേപോലെ റെൻറ്റ്, എക്സ്പെൻസസ്, ട്രാവലിംഗ് അലവൻസസ്, ഫീ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി മാറ്റും. അപ്പോഴാണ് അതിനെന്ത് വിളിക്കുന്നത്, ലെഡ്ജർ. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ബുക്ക് ഓർ കമ്പ്യൂട്ടർ ഫയൽ ഫോർ റെക്കോർഡിംഗ് ആൻഡ് ടോട്ടലിംഗ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ടേക്കൺ പ്ലേസ് അറ്റ് ECCE സെൻറ്റർ. EC സെൻറ്ററിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇക്കണോമിക് സാമ്പത്തിക ഇടപാടുകൾ അത് റെക്കോർഡ് ചെയ്യുന്നതിനും ടോട്ടൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ വർഷത്തിൻ്റെ അവസാനത്തിൽ എന്ത് തയ്യാറാക്കണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി, അസറ്റുകൾ ലാബിലിറ്റികളുടെയും ലിസ്റ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി, ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത. ഈ സ്ഥാപനത്തിൻ്റെ ആസ്തി എത്രയാണ്, ഈ സ്ഥാപനത്തിൻ്റെ ലാബിലിറ്റി എത്രയാണ്, ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അളക്കുന്നത്. ഈ സ്ഥാപനം നഷ്ടത്തിലാണോ, അപ്പോൾ നമ്മുടെ ആസ്തി കുറവ് ബാധ്യത കൂടുതലാണെങ്കിൽ നഷ്ടം, ആസ്തി കൂടുതലും ബാധ്യത കുറവാണെങ്കിൽ നമുക്കെന്താണ്, നെറ്റ് പ്രോഫിറ്റ്, ലാഭം. അപ്പോൾ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്, ഇറ്റ് ഈസ് ദ മെയിൻ ടൂൾ ടു അസസ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് എ ബിസിനസ് ഓർ സ്ട്രെങ്ത് ഓഫ് എ ECC സെൻറ്റർ.
ഒരു ECC സെൻറ്ററിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് നമ്മൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ അസറ്റ്സ് ആൻഡ് ഓൾ ദ ലാബിലിറ്റീസ്. സോ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഓൺ ദ വൺ സൈഡ് ആൻഡ് ഓൾ ദ ലാബിലിറ്റീസ് ആർ റെക്കോർഡഡ് ഓൺ ദ അതർ സൈഡ്. അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വിശദമായിട്ട് പലതും പഠിക്കാനുണ്ട്. അസറ്റുകൾ എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റും അതേപോലെ ഫിക്സഡ് അസറ്റും ലോങ് ടേം അസറ്റും ഷോർട്ട് ടേം അസറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും വളരെ വിശദമായിട്ടൊന്നും നോക്കണ്ട. പക്ഷേ പ്രധാനമായും ക്യാഷ് ബുക്ക് ഓർ ഡേ ബുക്ക്, അതേപോലെ തന്നെ ലെഡ്ജറുകൾ തയ്യാറാക്കണം, ബാലൻസ് ഷീറ്റുകൾ തയ്യാറാക്കണം. ഇത്രയും റെക്കോർഡുകളാണ് ഒരു പ്രീ സ്കൂളിൽ പ്രധാനമായും എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. അതാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.